പാവക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊന്നും പറ്റണില്ല. അപ്പോൾ അത് ഒരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? പക്ഷെ വാവ നേരെ തിരിച്ചാണ്, ഞാൻ വരുന്നല്ല. ഞാനാണെങ്കിലും ഒത്തിസം പറ്റൂല. എന്തൊരു മനസ്സൻ കേട്ടോ പെണ്ണു വാർട്ടെ. അതിനെന്താ എൻ്റെ അഭിപ്രായം? ഞാൻ വളരെ വീക്കല്ല കാര്യത്തിൽ. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യലുണ്ടോ? എന്തെങ്കിലും ഒരു ഹെൽപ്പും ചെയ്യല്ലോ കേട്ടോ. പെണ്ണോട് ഇരിക്കണം, അപ്പോഴേ ഞാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ചെറിയൊരു പനി ഒന്നുമല്ല, നല്ലൊരു പനി വരണം. അഡ്മിറ്റ് ആണോ? നല്ല അഡ്മിറ്റ് ആണ്, അപ്പോഴേ ഞാൻ മെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ മെയിൻ ചെയ്താൽ വേറെ പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കണം. പിന്നെ ഒക്കെ ചെയ്യാലാവും. അപ്പോൾ അതുകൊണ്ട് മെയിൻ ചെയ്താക്കണേ. പക്ഷെ അതൊക്കെ ഒരു മോശം ക്വാളിറ്റി ആട്ടെ നമ്മളെ, വളരെ മോശമാണ്. അതൊന്നും ആയ പോലെ നിനക്കറിയാം. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാണുന്നവർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോഴേ പറയാനുള്ളതെന്ന് വെച്ചാൽ പുരുഷന്മാരെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇന്നത്തെ കണ്ടന്റ് പുരുഷന്മാരാണ്. ഞാൻ എന്നെപ്പോലെ പല ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ടോ, ഒരു ഉപകാരമില്ലാതെ, വീടിന് ഉപകാരമില്ലാതെ, അല്ലെങ്കിൽ ഭാര്യയ്ക്കൊരു സഹായം കൈത്താങ്ങില്ലാതെ, വീടിന് ഉപകാരമില്ലാതെ എന്ന് പറയുന്നത് അത് കറക്റ്റല്ല, തെറ്റാണ്, ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മൾ അധ്വാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ, എല്ലാ കാര്യങ്ങളും അവർ ജീവിക്കണമൊക്കെ. അതങ്ങനെയല്ല പറയേണ്ടത്, കറക്റ്റ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, വീട്ടിൽ ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് എങ്ങനെ ഉപകാരപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇപ്പോൾ വാവാച്ചിന്ന് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം എന്താ വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വയ്ക്കുമോ, എനിക്കിതൊന്നും അറിയില്ല, ഒരു പരിപാടി അറിയില്ല. നമ്മൾ നേരം വെളുത്താൽ എഴുന്നേൽക്കും, പണിക്ക് പോകും. ആ കാര്യത്തിൽ നമ്മൾ നമ്പർ 1 ആണോ. ഇങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യുക, വണ്ടി ഓടിക്കുക, നമ്മളെ കാര്യങ്ങളൊക്കെ ആ കണ്ടീഷൻ നമ്മൾ ഓക്കെയാണ്. പക്ഷെ വീട്ടിലെത്തിയാൽ വളരെ വീക്കാണ്. എങ്ങനെ ഈ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല, സത്യസം പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടോ ചെങ്കളെ നമ്മുടെ കൂട്ടത്തിൽ? അപ്പോൾ വാവൻ്റെ അഭിപ്രായത്തിൽ വാവ് അങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതന്നെ അൽഹംദുലില്ലാ ഹൈറ്, വലിയ ഭാഗ്യല്ലേ. ഒന്നിനെ ഉണ്ടാക്കിയ ചിക്കനാണ് അതാകുമ്പം ബോയിലിങ്ങാ, അത് ഓൻ്റെതായിട്ടൊരു സ്പെഷ്യലാട്ടോ. വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ചിക്കൻ. വാവക്കായിട്ട് ഓയിൽ, വാവക്കായിട്ട് മസാല സെറ്റപ്പ് വാവനുണ്ടാക്കിയത്. പൊതുവെ ആണുങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ ഭാര്യമാർക്കോ അല്ലെങ്കിൽ വീട്ടിലൊന്നും വലിയൊരു ജോലിയും സാധനങ്ങളൊക്കെ കൊടുന്ന് നോക്കും, പൈസ ഉണ്ടാക്കും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങളെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യാം, അതൊക്കെ വളരെ കുറവേക്കാം. പക്ഷെ വാവ നേരെ തിരിച്ചാണ്, ഞാൻ വരുന്നല്ല. ഞാനാണെങ്കിലും ഒത്തിസം പറ്റില്ല. എന്തൊരു മനസ്സൻ കേട്ടോ പെണ്ണു വാർട്ടെ. അതിനെന്താ എൻ്റെ അഭിപ്രായം? ഞാൻ വളരെ വീക്കല്ല കാര്യത്തിൽ. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യലുണ്ടോ? എന്തെങ്കിലും ഒരു ഹെൽപ്പും ചെയ്യല്ലോ കേട്ടോ. പെണ്ണോട് ഇരിക്കണം, അപ്പോഴേ ഞാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ചെറിയൊരു പനി ഒന്നുമല്ല, നല്ലൊരു പനി വരണം. അഡ്മിറ്റ് ആണോ? നല്ല അഡ്മിറ്റ് ആണ്, അപ്പോഴേ ഞാൻ മെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ മെയിൻ ചെയ്താൽ വേറെ പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കണം. പിന്നെ ഒക്കെ ചെയ്യാലാവും. അപ്പോൾ അതുകൊണ്ട് മെയിൻ ചെയ്താക്കണേ. പക്ഷെ അതൊക്കെ ഒരു മോശം ക്വാളിറ്റി ആട്ടെ നമ്മളെ, വളരെ മോശമാണ്. അതൊന്നും ആയ പോലെ നിനക്കറിയാം. പക്ഷെ എന്താ ഞാനങ്ങനെ ആവില്ല, എന്നെ കൊണ്ട് പറ്റണില്ല. എന്നാലും പെണ്ണൊക്കെ സഹിച്ചോടെ നിൽക്കണ്ടല്ലോ, അതിനെ വലിയ കാര്യം. അപ്പോൾ മക്കളെ, വാവച്ചിനൊക്കെ കണ്ട് നമ്മളിന്നെ നാണം കിടണം. കാരണം വാവക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊന്നും പറ്റണില്ല. അപ്പോൾ അത് ഒരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? പക്ഷെ അവരാരും ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വീട്ടിൽ.
ഭാര്യമാരെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. ഒറ്റ ക്ഷീണിച്ചാലേ ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുള്ളൂ വീട്ടിൽ. ഞാൻ അലക്കും, ഭക്ഷണം ഉണ്ടാക്കും, അടിച്ചു തുറക്കൊക്കെ ചെയ്യും. ചെയ്യാത്ത ആളൊന്നല്ല. അലക്കാൻ മെഷീനല്ലേ? അല്ല, പണ്ടൊക്കെ അലക്കിയതിലൊന്നു. പണ്ട് അലക്കിയതല്ലേ? പക്ഷേ നോർമലി നമ്മളങ്ങനെയൊന്നും ചെയ്യില്ല, ഹെൽപ്ഫുള്ളല്ല. വയ്യാതാവുമ്പോൾ മാത്രമേ സഹായിക്കുള്ളൂ. ഒരു ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്താ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കണം വിചാരിക്കണ്ട. ഇതിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കേണ്ട കാര്യം അതുകൊണ്ട് പറഞ്ഞാൽ ഭക്ഷണത്തിനെ കുറിച്ചും അതുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. വാച്ചിവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ പറയാമെന്ന് വെച്ചാൽ എന്നെപ്പോലെ ആരും ആവരുത് കേട്ടോ. നിങ്ങളൊക്കെ അപ്പം നമുക്ക് ഇന്ന് നല്ല മധുകൂത്താണ്. വാവിൻ്റെ വക മധുകൂത്ത് എന്ന് പറഞ്ഞാൽ പോരാ, ബീഫിൻ്റെ മധുകൂത്ത്. അപ്പോൾ എനിക്കിങ്ങനൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ സൗദി അറേബ്യയിൽ 5-6 കൊല്ലം നിന്നിക്കണേ, ഒരു വെറുപ്പിച്ച നിൽക്കൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ തന്നെ പോന്നു. നാട്ടിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാം? നമുക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇപ്പോൾ പെണ്ണൂരൊന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹോട്ടലിനേക്കാളും കൂടുതൽ കൊണ്ടുവരാം, പാർസലൊക്കെ കയറാം. ഇതുവരെയുള്ള അതിൻ്റെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആണുങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ എനിക്കങ്ങനെ ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും പ്രത്യേകിച്ച് അറിയില്ല. അപ്പോൾ വാവ നമുക്ക് ഇങ്ങനെ മധുകൂത്ത്, ഇങ്ങനെ മന്തികൾ, വെറൈറ്റി ഫുഡുകൾ ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, മാഷാ അല്ലാഹ് നമ്മളെത്ര ഭാഗ്യവാനാണ്. നമ്മളെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ കഴിയുന്നുണ്ടല്ലോ. നമ്മളെ കൊണ്ട് നമ്മളെ പാപ്പാക്കും മാക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയില്ല. അവർ വിഷമം തന്നെ. കാരണം വാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെല്ലാം പഠിച്ചു. ഫുഡുണ്ടാക്കാനാണെങ്കിലും എല്ലാം നേരത്തെ താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കണ്ണിങ്ങായിട്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ ചടഞ്ഞിരുന്ന് നല്ല ഓട്ടം കിട്ടിയാൽ ഓടും, പടിയുണ്ടെങ്കിൽ പണിക്ക് പോകും, രാവും പല അധ്വാനിക്കും, എല്ലാ കാര്യവും ചെയ്യും. പക്ഷേ ഇതുപോലത്തെ ഒരു ഐഡിയാസോ ഒരു മുതൽക്കൂട്ടൊന്നും കയ്യിലില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാം, അത്രേ ഉള്ളൂ. അപ്പോൾ പെണ്ണൂനിപ്പോൾ ഒന്ന് വയ്യാതായി. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം പാർസൽ കൊണ്ടുവരായിരുന്നു. അപ്പോൾ വാവ അവിടെ ഉണ്ടായതുകൊണ്ട് പലപ്പോഴും വാവ ഫുഡ് ഉണ്ടാക്കലുണ്ട്. ഞാനും പെണ്ണൊറ്റക്കാണ്. ഞങ്ങളെന്തെങ്കിലും ഞാൻ പോയി വേഗം പാർസൽ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഉപകാരമാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിങ്ങനെയൊക്കെയാണ്, ഇത്രേ ഉള്ളൂ. നിസ്സാരപ്പെട്ട വ്യക്തിയാണ്. ആകുമ്പോൾ ആരും കഴുതനെ പോലെ അധ്വാനിക്കും, പൈസ ഉണ്ടാകും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എന്തായാലും അൽഹംദുലില്ലാഹ് മക്കളെയൊക്കെ വളർത്തി വലുതാക്കി. മക്കളെ നമുക്ക് തണലായി, തുണയായി ഇതുവരെ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ എല്ലാ ആണുങ്ങളോടും ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളൊക്കെ എങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമോ? ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമോ? മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമോ? അപ്പം ഞാൻ വാവ വന്നു, ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. വാവ വന്നു, എനിക്കൊരുപാട് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പല ഐറ്റംസുകൾ. അപ്പോൾ എനിക്ക് ഈ ഒരു കഴിവേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്കതിനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങളും. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലെല്ലാം കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇളക്കാനും പിടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകും. പക്ഷെ വീട്ടിലത്തെ കാര്യങ്ങൾ വരുമ്പോൾ പുറകിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഒരു കാര്യം മുടങ്ങുന്നില്ല കേട്ടോ. എല്ലാ കാര്യം ഭംഗിയായി നടക്കലുണ്ട്, ഒന്നും തരം മോശമാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ പുറകിലാണ്. പെണ്ണൂന് നേരത്തൊക്കെ വയ്യാത്തൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ അലക്കി കൊടുത്തിട്ടുണ്ട്, വെള്ളം കോരിയിട്ടുണ്ടാവും, അന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞാൻ വേവിന് വാവിന് സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട് ഒരു ഘട്ടത്തിലൊക്കെ. പക്ഷേ അതൊക്കെ അന്ന് അങ്ങനെയാണ് സംഭവിച്ചു പോയി. പക്ഷേ ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നും കഴിയണില്ല, ചെയ്യാൻ പറ്റണില്ല. എന്താ സംഭവം? ഇപ്പം ഞാൻ എന്നോട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി വെച്ചാൽ മറിച്ച് മുണ്ടാന്ന് എനിക്ക് വയ്യും കൂടെ ഇരുന്നാൽ നമുക്ക് ശേഷം ഒരാഹും മന്തി കൊണ്ടുവന്നു. എന്താ അങ്ങനെ എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ അതൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ ആരും ആവരുത്. എല്ലാവരും ഉഷാറായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, മക്കളും കുട്ടികൾക്കും ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇനി എന്തായാലും വാവ എനിക്ക് ഉണ്ടാക്കുന്നത് തല്ല നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല. വാവ ഉണ്ടാക്കി തരാം, ഞാൻ കഴിക്കുക. ഇനി ഇവിടുന്ന് കണ്ട അങ്ങനെ കയറാം. ഏതായാലും ഇൻഷാ അല്ലാഹ്
അപ്പോൾ നമ്മളെ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയെന്നുള്ള വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആരൊക്കെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കും വീട്ടിൽ, ഭാര്യനെ സഹായിക്കുമോ, എങ്ങനെ മക്കളൊക്കെ എങ്ങനെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വാവ് 23 വയസ്സ്, ബേബിക്ക് 20 വയസ്സ്. ഞാൻ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു എന്താ പറയുക, തണലായതിനേക്കാളും തുണയായതിനേക്കാളും ഒക്കെ ഇവരെ നമുക്ക് തുണയായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ മരിച്ചുപോയി, വയ്യാതെ അസുഖമൊക്കെ കുറച്ച് നേരത്തെ മരിച്ചുപോയി. നമുക്ക് അന്തം വെക്കണീനെ മുന്നൊക്കെ മൂപ്പര് മരിച്ചു. അവർക്ക് നമുക്കും തന്നെ ഒരു ലെവലിലെത്തിക്കാനൊന്നും അവർക്കും സാധിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ നമ്മളെ മക്കൾ വളർന്നു വലുതാകിയപ്പോൾ അവരൊക്കെ അവരുടേതായ വഴിക്ക് നമുക്ക് നീക്കാൻ പറ്റി. അതുകൊണ്ട് അവരെ അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടുള്ള സമയത്ത് നമ്മൾ മക്കളെ ഒരു ലെവലിൽ എത്തിക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തുക. പിന്നെ നമുക്കതിന് പറ്റില്ല. അപ്പോൾ നമുക്കത് ആസ്വദിക്കാനും അത് എൻജോയ് ചെയ്യാനൊക്കെ കഴിയും നേരത്തെ കാലത്ത് ശ്രമിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു സ്കില്ലെടുക്കുക, അല്ലെങ്കിൽ കൈത്തൊഴിൽ എന്തെങ്കിലും നേടുക, കാര്യമായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിലെത്തിക്കുക. പിന്നെ അങ്ങനെ ജോലി കാര്യങ്ങൾ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ കുറേ പഠിപ്പിച്ച് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ചിലപ്പോൾ ഒന്നും ആവണമെന്നില്ല. എന്നാൽ ഒന്നും പഠിക്കാത്ത ആളുകൾ പല ഹൈറ്റിലെത്തിയവരുണ്ട്. അപ്പോൾ വാവ +2 കഴിഞ്ഞ് വാവനോട് ഞാൻ കോഴ്സ് എടുക്കാൻ പറഞ്ഞു. വാവ കോഴ്സൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിപ്പോൾ ഡെയിലി 1000 റുപ്യ ഞാൻ ഇവിടെ എത്തിച്ചതല്ലേ, അതന്നെ വലിയ കാര്യമല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും പറയും എന്തെങ്കിലും കോഴ്സ് എടുക്കുക, എന്തെങ്കിലും കോഴ്സ് എടുക്കുക പറയും. അപ്പോൾ പല ഉപമകളും പറയും, അവിടെ അങ്ങനെ ഉണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലേ, മറ്റൊരു അങ്ങനെയല്ലേ, മറ്റൊരു ഇങ്ങനെയല്ലേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണമല്ലോ, ഞങ്ങളിതുവരെ പ്രയാസപ്പെടുത്തിയില്ലല്ലോ, പിന്നെ ഇപ്പോൾ നിങ്ങൾ നിർബന്ധിച്ച് ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞെങ്കിൽ എന്തിനാണ്, അപ്പോൾ നല്ലൊരു പണിക്ക് പോകണില്ലേ, അതിന് പൈസ അല്ലേ. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ എന്ന് അവരെക്കുറിച്ച് റബ്ബ് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും ഞാൻ അന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ ശരി പൊക്കോന്ന് പറഞ്ഞു. വേഗം വിസിറ്റിംഗ് അടിച്ച് കയറ്റി വിട്ടു. ആളിപ്പം അന്ന് ഷെഫായി. വെറൊരു ഷെഫല്ല, അൽഹംദുലില്ലാ ഷെഫായി. നമുക്കും ഇതാ വീട്ടിൽ വന്ന ഭക്ഷണം ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരാൻ ഒക്കെ സെറ്റപ്പായി. ദുബായ് റെസ്റ്റോറൻറ്റ് ഷെഫ്മാൻ ബാവാച്ചി. അപ്പോൾ ആ ഐഡിയ കൂടെ അവൻ എല്ലാ ഫുഡുകളും ഇവിടെ വീട്ടിൽ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഭക്ഷണം കഴിച്ചപ്പോൾ ഓരോ കാര്യങ്ങൾ ഓർത്തു പോയതാണ്, അതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ഉണ്ടത്. അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, വിശേഷങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ ബൈ.